എല്ലാവർക്കും പ്രയർ സ്റ്റഡി സീരീസിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. അതായത് കയ്യിലെ അപേക്ഷയേക്കാൾ നല്ലത് ഹൃദയബന്ധമാണ്. ഇന്ന് ജനം വലിയ ആശങ്കയിലാണ്. പ്രാർത്ഥിക്കണമെന്നറിയാം, എന്നാൽ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു രൂപവുമില്ല. പലരും പല ഉത്തരങ്ങളാണ് പറയുന്നത്. നമ്മൾ ഇവിടെ പഠിക്കുന്നത് ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള പ്രാർത്ഥനാ രീതിയാണ്. യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. മത്തായിയുടെ സുവിശേഷം 6-9 വാക്യം. ഇവിടെ പ്രാർത്ഥനയുടെ പ്രധാന അഭിസംബോധന പിതാവേ എന്നാണ്. ഒരു ചെറിയ കഥ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. മാതാപിതാക്കൾക്ക് ഒരു മകനുണ്ടായിരുന്നു. അവൻ ഒരു ദിവസം പിതാവിനോട് പിണങ്ങി വീട് വിട്ടിറങ്ങി. വർഷങ്ങളായി അവനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. ഒരു ദിവസം ഈ മകൻ ദൂരെ നാട്ടിൽ നിന്നും തൻ്റെ പിതാവിനെ വിളിച്ചു. മകന്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരുന്ന പിതാവ് വേഗം ഫോൺ എടുത്തു. ഫോണിന്റെ മറുതലയ്ക്കൽ മോന്റെ ശബ്ദം കേട്ടപ്പോൾ ആ പിതാവിന്റെ ഹൃദയം നീങ്ങി. മോനെ, നിനക്കെന്ത് സംഭവിച്ചു? നീ ആദ്യം വീട്ടിലേക്ക് വാ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. മകൻ അച്ഛനെ വിട്ടുപോയിട്ട് വർഷങ്ങളായിരുന്നുവെങ്കിലും അവർ തമ്മിലുള്ള ബന്ധം അഥവാ റിലേഷൻഷിപ്പിന് ഒരു മാറ്റവും വന്നില്ല. അവർ പിതാവും മകനും തന്നെയാണ്. എന്നാൽ അവർ തമ്മിലുള്ള കൂട്ടായ്മ, ഫെലോഷിപ്പ് തകർന്നു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ആശയവിനിമയങ്ങളും പിതാവും മകനുമായിട്ട് നടന്നിരുന്നില്ല. മകന്റെ വിഷയങ്ങളൊന്നും പിതാവിനെ അറിയിച്ചിരുന്നില്ല. പിതാവിന്റെ ഇഷ്ടം മകൻ ഒട്ട് ആരാഞ്ഞതുമില്ല. ഇരുളടഞ്ഞ നാളുകളായിരുന്നു അവരുടെ ജീവിതത്തിൽ. മകന്റെ ഫോൺ കോൾ വന്നപ്പോൾ പിതാവ് ആ ഫെലോഷിപ്പ് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ആരംഭിച്ചു. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ്. എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അവൻ നിങ്ങൾക്ക് തരും. യോഹന്നാന്റെ സുവിശേഷം 16:23. ഒരു പിതാവും മക്കളും തമ്മിലുള്ളതായ ബന്ധവും കൂട്ടായ്മയുമാണ് പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടത്. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടി എന്ന നിലയിൽ ഒരു സൃഷ്ടാവും സൃഷ്ടിയുമായ ബന്ധമായിരുന്നു ആരംഭത്തിലുണ്ടായിരുന്നത്. ഭൂതലത്തിലൊക്കെയും കുടിയിരിപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. അപ്പോസ്തല പ്രവൃത്തി 17:26. ഇവിടെ ആരും സ്വാഭാവികമായി ദൈവത്തിന്റെ മക്കളായി തീരുന്നില്ല. എന്നാൽ മനുഷ്യൻ സൃഷ്ടി എന്ന നിലയിൽ നിന്നും മക്കളായി തീരണം. നമുക്ക് എങ്ങനെ ദൈവത്തിന്റെ മകനും മകളും ആകുവാൻ കഴിയും? ശ്രദ്ധിക്കുക, ഞാനത് ഇവിടെ വ്യക്തമാക്കാം. ഒരുവൻ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി അംഗീകരിക്കണം. യേശു ക്രിസ്തുവിന്റെ കർത്താവ് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമാലേഖനം 10:9 വാക്യം എന്ന വചനപ്രകാരവും അവനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 1:12 എന്ന തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലും പിതാവ് അവരെ മകനായി മകളായി അംഗീകരിക്കും. അപ്പോൾ മുതൽ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള റിലേഷൻഷിപ്പും അഥവാ ബന്ധവും ഫെലോഷിപ്പും കൂട്ടായ്മയും നമുക്ക് ലഭിക്കും. അങ്ങനെയാണ് നമ്മൾ പിതാവിന്റെ മക്കളായിത്തീരുന്നത്, അഥവാ മകനും മകളുമായിത്തീരുന്നത്. ആദ്യം യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം, യേശുക്രിസ്തുവിന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കണം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. റോമർ 8:15-16 വാക്യങ്ങൾ. അങ്ങനെ മനുഷ്യർക്ക് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ കഴിയും. അപ്പോൾ ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് അവിശ്വാസികൾ പ്രാർത്ഥിക്കാൻ കഴിയുമോ? ശ്രദ്ധിച്ചു കേൾക്കണം. അവിശ്വാസികൾക്കും പാപികൾക്കും പ്രാർത്ഥിക്കാൻ കഴിയും. അവരുടെ പ്രാർത്ഥന മാനസാന്തര പ്രാർത്ഥനയായിരിക്കണമെന്ന് മാത്രം. പാപിയായ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും കഴിയാതെ മാറത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ലൂക്കോസ് സുവിശേഷം 18:13-14 വാക്യങ്ങൾ. ചുങ്കക്കാരൻ ദൈവമേ എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പാപിയും അവിശ്വാസിയും ദൈവത്തിന്റെ കരുണ യാചിച്ചാണ് ദൈവസ്ഥാനത്തിൽ ചെല്ലേണ്ടത്. അതിനുശേഷം മേൽപ്പറഞ്ഞ പ്രകാരം യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ദൈവമക്കളായി തീർന്ന് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങണം. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? പിതാവിനോട്. പ്രാർത്ഥനയിൽ പിതാവും മക്കളും എന്ന ബന്ധത്തിലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. എന്നോട് ചേർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? സ്വർഗീയ പിതാവേ, അങ്ങയുടെ മകനായി മകളായി അങ്ങയുടെ സന്നിധിയിലേക്ക് എനിക്ക് വരുവാൻ ലഭിച്ച ആ മഹാഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിനോട് എനിക്ക് തുറന്നിരിക്കുന്ന ജീവനുള്ള പുതുവഴിക്ക് അങ്ങയെ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ ദൗർബല്യങ്ങളിൽ എന്നെ സഹായിക്കട്ടെ. വചനം പറയുന്ന രീതിയിൽ പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ പ്രാർത്ഥനകൾ അങ്ങയുടെ ഹിതത്തിന് അനുസരിച്ച് ഉള്ളതാകട്ടെ. എൻ്റെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടട്ടെ. എൻ്റെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ കൂടി കാണുന്നവരെയും സർവശക്തനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.